ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിലായി ഡെങ്കിപ്പനിയും ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി ലക്ഷദ്വീപ് ആരോഗ്യവകുപ്പ് അറിയിച്ചു. രോഗവ്യാപന സാധ്യതകൾ കണക്കിലെടുത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായും നിലവിലെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും അധികൃതർ വ്യക്തമാക്കി. ലക്ഷദ്വീപ് ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ദ്വീപിലുടനീളം പുരോഗമിക്കുകയാണ്. നമ്മളോടൊപ്പം ഡോക്ടർ നിഷാദ്, അദ്ദേഹം ലക്ഷദ്വീപിലെ നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാമിന്റെ നോഡൽ ഓഫീസർ കൂടിയാണ്. ഡോക്ടർ, സ്വാഗതം. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിലെ ആശുപത്രികളിൽ പനി ബാധിതരുടെ എണ്ണം അല്പസ്വല്പം കൂടുതലായി കാണപ്പെടുന്നു. മഴക്കാലമെന്ന് പറയുന്നുണ്ടെങ്കിലും മഴ അങ്ങോട്ട് മുഴുവനായിട്ടും ദ്വീപുകളിൽ പെയ്യുന്നുമില്ല. ഈ സാഹചര്യങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? പൊതുവെ മൺസൂൺ സീസൺ, അതായത് മഴക്കാലങ്ങളിൽ നമുക്ക് കുറച്ച് പകർച്ചവ്യാധികൾ കുറച്ച് കൂടുതലായി കണ്ടുവരുന്ന സാഹചര്യമാണ്. ലക്ഷദ്വീപ് ആരോഗ്യ വകുപ്പ് അതിൻ്റെ പ്രതിരോധ പരിപാടികൾ വളരെ ഊർജിതമായി തന്നെ നടപ്പിലാക്കി വരുന്നുണ്ട്. സാധാരണയായിട്ട് നമുക്ക് ഡെങ്കിപ്പനി, അതേപോലെ സ്ക്രബ് ടൈഫസ് എന്ന് പറയും, ചെള്ളുപനി, ഇപ്പം റീസെൻ്റ്ലി ആയിട്ട് കുറച്ച് കൂടുതലായിട്ട് കാണപ്പെടുന്നു. ഇത് ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടും കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നു. പൊതുവെ പനി തന്നെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. അതുകൂടാതെ അതിൻ്റെ വിശദമായിട്ടുള്ള സിംറ്റംസ് ഉണ്ടാകും. ഒരുപക്ഷെ ഈ പ്രാവശ്യം ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഇതിനെ ഒരു സാരമായിട്ട് തന്നെ ബാധിച്ച മാതിരിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ സാധാരണ നമുക്ക് തുടർച്ചയായിട്ടുള്ള മഴകളും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചൂട് കാലാവസ്ഥയുമാണ് നമുക്ക് കിട്ടിയിരുന്നത് ലക്ഷദ്വീപിനെ സംബന്ധിച്ച്. പക്ഷേ ഇപ്രാവശ്യം ഈ ഇടവിട്ടുള്ള മഴകളും പിന്നെ പെട്ടെന്നുള്ള ഒരു ചൂടും കാലാവസ്ഥയിലും ഈ ക്ലൈമറ്റ് ചേഞ്ച് ശരിക്ക് ഈ പറയപ്പെടുന്ന ഡെങ്കിപ്പനി ഉണ്ടാക്കുന്ന ഈ എയ്ഡീസ് കൊതുകുകളുടെ വളർച്ചയ്ക്ക് വളരെയധികം കൂടുതൽ. കാരണം നമ്മുടെ ഇവിടെ പൊതുവെ കണ്ടുവരുന്ന ഈ എയ്ഡീസ് ഈജിപ്റ്റി അല്ലെങ്കിൽ ആൽബോപിക്ടസ് എന്ന 2 വെറൈറ്റിയാണ്. കവരത്തി, ആന്ത്രോത്ത്, ഇവിടെയൊക്കെ കുറച്ച് കൂടുതലായിട്ടുണ്ട് ഇതിൻ്റെ സ്പീഷീസ്. അപ്പം അത് ഇപ്രാവശ്യത്തും അതിൻ്റെ അളവ് വളരെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പലപ്പോഴും നമ്മുടെ എപ്പിഡമോളജി, അതായത് എൻഡമോളജിസ്റ്റും പബ്ലിക് ഹെൽത്ത് ടീം അതിനായിട്ട് ഇറങ്ങിയപ്പോൾ പലപ്പോഴും കാണാൻ സാധിച്ച വെക്ടർ ഇത് വളരെ കൂടുതലായിട്ടാണ്. ഏകദേശം ഡെങ്കിപ്പനിയുടെ കാര്യത്തിൽ കഴിഞ്ഞ ഈ വർഷം ജാനുവരി തൊട്ട് അറൗണ്ട് 250ഓളം ഡെങ്കിപ്പനി കേസുകൾ ലക്ഷദ്വീപിൽ റിപ്പോർട്ട് ചെയ്തു. അതിൽ ഏകദേശം 3/4 കേസും നമ്മളെ കവരത്തി തന്നെയാണുള്ളത്. സ്ക്രബ് ടൈഫസും ചെള്ളുപനിയും ഏകദേശം ഒരു 30-നടുത്ത്, അത്രയില്ല 30ഓളം ചെള്ളുപനികളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സാധാരണ ഒരു വർഷം 30 ചെള്ളുപനികൾ ഉണ്ടാവലുണ്ട്. പക്ഷെ അത് വളരെ സീരിയസ് ആയിട്ടുള്ള സ്റ്റേജിലോട്ട് വളരെ കുറവേ എത്തുള്ളൂ. ഇവിടെ നമ്മുടെ എല്ലാ ദ്വീപിലും 10 ദ്വീപിലും ഫീവർ ക്ലിനിക് ഉണ്ട്. പനി നോക്കാനായിട്ടുള്ള ഡോക്ടർമാരും അത് കാഷ്വാലിറ്റി ഫെസിലിറ്റീസ് എല്ലാ ദ്വീപിലും ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ മഴക്കാലങ്ങളിൽ അതിനായിട്ട് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള മരുന്നുകൾ, ഇഞ്ചക്ഷൻസും ഒക്കെ എപ്പോഴും ഞങ്ങൾ സാധാരണ ഒരു പ്രീ മൺസൂൺ പ്രൊക്യൂർമെന്റ് എന്ന് പറയും. മൺസൂൺ തുടങ്ങുന്നതിന് മുന്നേ നമ്മളൊരു മെഡിസിൻ ലോജിസ്റ്റിക് സ്റ്റോക്സ് എടുത്ത് ഈ പ്രാവശ്യം അതേപോലെ നടത്തി അത് മൺസൂൺ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ എല്ലാ 10 ദ്വീപുകളിലും എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ അതിനാവശ്യമുള്ള മരുന്നുകളൊന്നും എവിടെയും കുറവായിട്ടൊന്നും